അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ സമ്പാദിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിനെ നമ്മൾ കൈവശപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമാവുന്നതായ ആ ശരീഅത്തിലുള്ള എല്ലാ വാജിബാത്തുകൾ, സുന്നത്തായി കൽപ്പിക്കപ്പെട്ട സംഗതികൾ, ശറിയാവുന്ന ആദാബുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിനോട് കൂടെ അതിൻ്റെ ഹറാമുകളെ തൊട്ടും കറാഹത്തുകളെ തൊട്ടും ഖിലാഫുലുകളെ തൊട്ടൊക്കെ വൈജിക്കണം. ഈ നിലക്ക് ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ ജീവിക്കലാണ്. ഈ സ്വഭാവമുള്ളവരായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ സ്ഥാപിച്ചവർ. അപ്പം അത്ര വിശുദ്ധന്മാർ സ്ഥാപിച്ച ഈ സംഘടനനെ അതിനെ അവർ തന്നെ ഇപ്പോൾ പല ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പല കമ്പനിൻ്റെയും പരസ്യം കണ്ടില്ലേ, ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം, ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ കോണ്ടാക്ട് തന്നളിയുന്നോ, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി. എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല. കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പുകാർ, മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ, പണിക്കാരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സമസ്തൻ്റെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട്. അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ, കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കരാറ് വ്യവസ്ഥയിലായി ചെയ്യാൻ അപ്പോൾ ഉദ്ദേശിക്കണില്ല. അപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോൺട്രാക്ടർ ഏതെങ്കിലും ഈ കോൺട്രാക്ടിങ് കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അതിനൊപ്പം ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തതുകൊണ്ട് പറയാണ് ആ പരസ്യം ഞങ്ങളോട് പറയണ്ടെന്ന്. അല്ലെങ്കിൽ വേറെ കമ്പനികളൊക്കെ നോക്കി അവരായിട്ട് എഗ്രിമെൻറ്റ് ചെയ്തോളി, ഞങ്ങൾ സമസ്തരായിട്ട് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി എഗ്രിമെൻറ്റ് വാങ്ങിക്കൊണ്ട് ആരും വരണ്ട. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിനെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന ഉലമാ ഇവിടെ സ്ഥാപിച്ചതാണ്. അപ്പോൾ എത്രമാത്രം വളർന്ന് വികസിച്ചതായ ഈ ഒരു സംഘടന അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കണ്ട. അതിനെ കുത്താനും അതിനെ പരാജയപ്പെടുത്താനും വേണ്ടി ആരും ശ്രമിക്കണ്ട. കാരണം എന്നും മഹാന്മാരാവുന്നതായ മശായിഖുകൾ ഈ സംഘടനയെ അവർ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഈ 100 കൊല്ലം അവർ സംരക്ഷിച്ചല്ലോ. ഈ സംഘടനയ്ക്കൊരു പോറലേൽക്കാതെ 100 കൊല്ലമാണ് അവർ സംരക്ഷിച്ചു പോകുന്നത്. അപ്പോൾ അതിന് ഇനിയൊരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല. അത് വളരെ ശുദ്ധീകരിക്കപ്പെട്ട സംഘടനയായിക്കൊണ്ടേ നിൽക്കുകയാണ്. അതിന് വല്ല ശുദ്ധീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പനികളായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് നമുക്കൊരു എഗ്രിമെൻ്റൊക്കെ എഴുതി നിങ്ങൾ വന്ന് ശുദ്ധീകരിക്കണം എന്ന് പറയാം. അപ്പോൾ ശുദ്ധീകരിക്കാൻ പറ്റുന്നതായ അതിൻ്റെ തൊഴിലാളികളൊക്കെ പല കമ്പനികളുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ഓരോ കമ്പനിയും അവരുദ്ദേശിക്കുന്നതായ അവരുടെ ആ മേഖലയിൽ പിന്നെ ജോലി ഇല്ലാതെയാവുമ്പോൾ അതിന് പരസ്യം ചെയ്യും. അങ്ങനെ പരസ്യം ചെയ്ത പല പരസ്യങ്ങളും നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്താൻ വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ആ ശുദ്ധീകരണം നടത്താം, അപ്പോൾ വരണ്ട, ഇപ്പോൾ ഇതിൻ്റെ എല്ലാ നിലക്കും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശുദ്ധീകരിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിളിക്കും, നിങ്ങൾക്ക് വേണ്ടതായ അതിന് കരാറൊക്കെ നമ്മളോട് ഒപ്പിടാം, ആ കരാറനുസരിച്ച് ജോലി ചെയ്താൽ അതിൻ്റെ പണമൊക്കെ തന്ന് വിടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീമ്പുകളൊന്നും ആരും പറയണ്ട. ഇത് ഇങ്ങനെ തന്നെ ഈ നിലക്ക് ഇതിനൊരു നിലക്ക് പോർലില്ലാത്ത നിലക്ക് മഹാന്മാരുടെ ആ ആശയ ആദർശങ്ങളൊക്കെ പൂർണ്ണമായി പിന്തുടർന്നു കൊണ്ടിട്ട് അവർക്കുള്ളതായ ആ കുരുത്തത്തിലും പൊരുത്തത്തിലൊക്കെ ആയിക്കൊണ്ടിട്ട് കാലികമായി ഉണ്ടാവണതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ ആരും വേണ്ട. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചാണ് നമ്മൾ പലതും പഠിച്ചിരിക്കുന്നത്. നമ്മളെ വിദ്യാഭ്യാസ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശക്തമായ ഒരു വിദ്യാഭ്യാസ ബോർഡുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പല വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്. അതൊക്കെ കാലികമായി ശ്രദ്ധിക്കേണ്ട സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളും പയഞ്ചന്മാരൊന്നും അല്ല അത്രമാത്രം. അഞ്ചിപ്പോൾ ഇസ്ലാമിൽ നമ്മൾ പയഞ്ചന്മാരാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ, അങ്ങനെയുള്ള നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ പയഞ്ചന്മാരാണ്. നമ്മളെ കർമ്മങ്ങളിൽ ഇതിനൊന്നും യാതൊരു നിലക്കുള്ളതായ ഭേദഗതിക്കും നമ്മൾ ഒരാളെയും വിടൂല, യാതൊരു സംശയമില്ല, അതിനെ അനുവദിക്കില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആ പഞ്ചത്തെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്തിൽ നിന്ന് താബീയങ്ങൾ തുടങ്ങി നമ്മുടെ മഹാന്മാരാവുന്ന മശായിഖ്, അങ്ങനെ ഇൽമിനെ സംബന്ധിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത്. ഈ ഇൽമ് എന്നുള്ളത് അത് ദീനാണ്, നിൻ്റെ ദീനാണത്. ഇൽമിനെ നീ അഹ്ദ് ചെയ്യേണ്ടത് ഹുദു അമ്മന്ത് ഹുദൂല ദീനക്കും. ആരിൽ നിന്നാണ് നീ ഇൽമിനെ പഠിക്കണതെന്ന് ശ്രദ്ധിച്ച് വേണം പഠിക്കണം. കാരണം ഇൽമിനെ പഠിപ്പിക്കുന്ന ആളുകളോടുള്ള നിർദ്ദേശം എന്താ? ആ ഇൽമിനെ നിങ്ങൾ അതിന് അവകാശപ്പെട്ടവർക്ക് നൽകപ്പെടാൻ പറ്റും. അവകാശപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾ അതിനെ സമ്പാദിക്കാൻ പാടുള്ളൂ. ഇത് അയിമ്മത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അടിസ്ഥാനമാണത്.
ഇൽമിനെ ആർക്കെങ്കിലും ഇൽമിനെ വലാ തളഊഹാ ഫീ ഗൈരി മൗദിഇഹി വലാ തളഊഹു ഫീ ഗൈരി മൗദിഇഹി. ആ ഇൽമിനെ അതിനെ കൊണ്ടുവെക്കേണ്ട സ്ഥലത്തല്ലാത്തടത്ത് കൊണ്ടുവെക്കാൻ പോകരുത്. അതിനെ നീ അഹ്ദ് ചെയ്യരുത് അതിൻ്റെ അഹ്ലുകാരിൽ നിന്നല്ലാതെ. അതാണ് പഴയ കാലത്തൊക്കെ നമ്മൾ ഓതാൻ പോകുമ്പോഴും നമ്മൾ കിതാബ് പഠിക്കുമ്പോഴും മസലുകൾ പഠിക്കുമ്പോഴും ഓരോ കിതാബിലുള്ള പല സംശയങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ആദ്യമായിട്ട് അത് പറഞ്ഞു തരുന്ന ആളെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് അയാളെ അടുത്ത് കിതാബ് ഓതാൻ പറ്റുമോ, അയാൾ അതിന് അർഹനാണോ, അയാൾ എല്ലാ ഫന്നിലും മുഹഖിഖാണോ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് അയാൾക്ക് തഫീമിനുള്ള കഴിവുണ്ടോ, അയാളെ മറ്റുള്ളതായ ശുദ്ധികൾ ഗുണനിലവാരങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കിതാബ് ഓതാൻ പോകുന്നത്. പൂർണ്ണമായി അദ്ദേഹത്തെ നമ്മൾ അനുസരിക്കണം. ആ അനുസരിക്കാൻ പറ്റുന്ന ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതല്ലേ വേണ്ടത്. അപ്പം അങ്ങനത്തെ ആളുകൾ, അതാണ് ആ ഇൽമിനി ആരിൽ ഹുദു അമ്മന്തോ ഉന്നുറു അമ്മന്തോ ഹുദൂന ദീനക്കും. നിങ്ങളെ ദീനിനെ ആരിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം ഈ ഇൽമ് എന്നുള്ളത് അത് ദീനാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ മഹാന്മാരാവുന്ന അയിമ്മത്തുകൾ മശായിഖന്മാർ നമ്മൾ അസാധ്യത അവർ മുഖേന നമുക്ക് കിട്ടിയതായ ഈ ആശയാദർശങ്ങളാണിത്. ഈ ആശയങ്ങളും ഈ വിശ്വാസങ്ങളും ഈ കർമ്മങ്ങളൊക്കെ മുസ്ലിം ലോകം അവിടെ ചെയ്തുകൊണ്ട് പോരുന്നത്. ഒമാ അസുനൽ മുസ്ലിമൂന ഫൗഇൻദുല്ലാഹി അസ്ലുദ്ദ. മുസ്ലിമീങ്ങൾ നല്ലതായി കാണുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഒമയത്തബിയ വൈറ സബീലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ ഈ വഴി അത് വളരെ വിശുദ്ധമായ വഴിയാണ്. ആ വഴിയാണ് മുസ്തഖീമായ വഴി. അത് ഈ പുതിയ കാലഘട്ടത്തിനോട് അനുയോജ്യമായ ഒരു പരിവർത്തനമൊന്നും അതിലേക്ക് ആവശ്യമില്ല. കാരണം ഇതൊക്കെ മഹാന്മാർ ഇവിടെ പഴയ കാലത്ത് തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാൽ അവരിങ്ങനത്തെ എല്ലാ പരിവർത്തനങ്ങളും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പുതിയ പുതിയ പല ടെക്നോളജി, അങ്ങനെ നിർമ്മിത ബുദ്ധി വരെ ഇതൊക്കെ മഹാന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരങ്ങൾ സലാം ചൊല്ലി, കല്ലുകൾ സലാം ചൊല്ലി എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്കൊക്കെ ഇതുപോലെ തന്നെ ഒരു യന്ത്ര മനുഷ്യൻ സംസാരിക്കണത് പോലെ അതിന് സംസാരിക്കാനുള്ള അതിലേക്ക് അതിൻ്റെ ഒരു മാറ്റർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഇങ്ങോട്ട് സലാം ചെല്ലണം. ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടായതല്ലേ. ആകാശത്ത് കൂടെ പറക്കുക, ബഹിരാകാശത്ത് കൂടി സഞ്ചരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ ആ രാത്രിയിൽ സഞ്ചരിച്ചില്ലേ, പേടകങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ലോകത്തുള്ള എല്ലാവരോടും സംസാരിക്കാൻ കഴിയുക, ലോകത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുക. ഇതിനൊക്കെയുള്ള ടെക്നോളജി അള്ളാഹുവിൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആദം നബിൻ്റെ മക്കൾ അത് അള്ളാഹുവിൻ്റെ അമ്പിയാവ് ഔലിയാവ് അതിന് ഇലാഹിയാവുന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് അവർ ചെയ്തു. അവർക്ക് ഈ ലോകത്ത് എപ്പോൾ മഴ ഉണ്ടാവും റസൂലുള്ളാഹിക്ക് പ്രവചിക്കാൻ കഴിയൂലേ. എങ്ങനെ റസൂല പറഞ്ഞു, അതിൻ്റെതായ ഒരു പ്രത്യേക അതിനെ മനസ്സിലാക്കണ ഒരു കുവ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാധ്യമം അമ്പിയാക്കന്മാരുടെ കൈവശമുണ്ട്. അതാണ് വിശുദ്ധമാവുന്ന ഈമാൻ. ആ ഈമാനെ പ്രകാശിപ്പിച്ചെടുക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിനെന്ന് പറഞ്ഞു, തഹുബുലൈല തരീഹുൽ ശദീദ, ഇന്ന് ശക്തമായ കാറ്റടിച്ച് വീശും. ആ കാറ്റിൻ്റെ ഡിഗ്രീനെ പറ്റിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായ കാറ്റ് എന്ന് പറഞ്ഞു. ഫലാ യഖൂബന്ന അഹദ്, ഒരാൾ എണീച്ച് പുറത്തു പോകണ്ട. വലിയ കുല്ലും ബഈറഹു, ഓരോരുത്തരും അവരെ ഒട്ടകത്തിനെ പിടിച്ച് കെട്ടിയിടട്ടെ എന്ന് പറഞ്ഞു. ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയി നോക്കിയാലെന്ന്. ഒരാൾ പുറത്തു പോയി ജബലി തൊയ്യ് പർവ്വതത്തുമ്പോൾ കാറ്റ് അദ്ദേഹത്തെ കൊണ്ടുകിട്ടുക. റസൂല പ്രവചിച്ചതുപോലെ കാറ്റടിച്ചു തന്നെ. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പ്രവചിക്കണം, അതിന് പ്രത്യേകത ഇല്ല. പക്ഷെ അതുപോലെ കാറ്റടിക്കും ചെയ്യുക, അടിക്കാതിരിക്കും ചെയ്യുക. മഴനെ സംബന്ധിച്ച് പ്രവചിച്ചാൽ അതുപോലെ പെയ്യും ചെയ്യുക, പെയ്യാതിരിക്കും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പ്രവചിച്ചു. ഇമാം മാലിക് റിവായത്ത് ചെയ്ത ഹദീസിലൊക്കെ കാണാം. അപ്പോൾ അങ്ങനത്തെ പല പ്രവചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുക മാത്രമല്ല, നബി അതിന് സിഫത്തിൽ ഐനുൻ ഉദിഖ, അത് സമൃദ്ധിയായി കൊണ്ടിട്ട് മഴ പെയ്യണതായ ഒരു നദി പോലെയായിരിക്കും. അങ്ങനെ കാറ്റിൻ്റെ ഭാഗത്ത് അടിച്ചു വാക്കും. അപ്പോൾ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലാവസ്ഥനെ പറ്റി നബി പ്രവചിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലുള്ള ഈ ഭൗതികമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഇല്ലാത്തതൽക്ക് റസൂല പല ടെക്നോളജി ഉപയോഗിച്ചില്ലേ. അതെങ്ങനെ ഈമാനെ വളർത്തിയതുകൊണ്ടാണ്. മഹാനാവുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിയുടെ ആ കട്ടിലുണ്ടല്ലോ സിംഹാസനം, അത് നിമിഷങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞ അഭിപ്രായമാണ്
ആ അഭിപ്രായം അനുസരിച്ച് അവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ ഈ ക്യാപിറ്റലിനവിടെ നിമിഷങ്ങൾ കൊണ്ട് എത്തിക്കപ്പെട്ടു. ഇതെങ്ങനെ? അന്ന് ഇന്നത്തെ പോലെ ടെക്നോളജി ഉണ്ടായിരുന്നോ? അപ്പോൾ ഇവിടെ ടെക്നോളജി പുതിയതനുസരിച്ച് പോകുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ തെക്കുവ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ സംഗതി. ആ തെക്കുവ കൊണ്ടിട്ടാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂൽ വരെയുള്ള അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അവരിവിടെ പ്രചരിപ്പിച്ച ദീനാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. അൽ അംബിയാവു ഔലാദു അല്ലാത്ത അവരൊക്കെ അടിസ്ഥാനപരമായി ഒരു കുടുംബക്കാരാണെന്നാണ്. അടിസ്ഥാനപരമായി അവരൊക്കെ ഇവിടെ ദഅവത്ത് ചെയ്തത് ഒരേ ഒരു ആശയം, അള്ളാഹു വാഹിദാണ്, നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. പിന്നെ മറ്റ് വിശ്വസിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ടല്ലോ നമ്മളോട്. ഇതൊക്കെ മഹാന്മാരാവുന്ന എല്ലാ അമ്പിയാക്കന്മാരും അതിനും ഉമ്മത്തിലേക്ക് അതുകൊണ്ട് ഇൻദാർ ചെയ്യുകയും വിശാദത്ത് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരീഅത്തുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടാവാം. അവരെ ശരീഅത്തിലേക്ക് പ്രത്യേകമാവുന്ന ഒരു അവധി ഉണ്ടായിരുന്നു. പല അമ്പിയാക്കന്മാരിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ജഅൽനാ ശിർഅതൻ വ മിൻഹാജ, പല അമ്പിയാക്കന്മാരിലേക്കും അള്ളാഹു പ്രത്യേക ശരീഅത്ത് നിശ്ചയിച്ചു. ആ ശരീഅത്ത് ഒരു കാലികമായ ആ കാലഘട്ടത്തിന് മാത്രം അനുസൃതമായ ഒരു ശരീഅത്തായിരുന്നു. ആ ശരീഅത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അവധി നിശ്ചയിച്ചു. ആ അവധിക്ക് ശേഷം ആ ശരീഅത്ത് ദുർബലപ്പെടുത്തപ്പെടേണ്ടതാണെന്ന്. ആ ശരീഅത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. എന്താ കാരണം? ആ കാലഘട്ടം വരെ മതി. ചിലപ്പോൾ നബിൻ്റെ കാലഘട്ടം, ആ നബിയുടെ കാലഘട്ടത്തിന് ശേഷം മറ്റൊരു നബിക്ക് കൂടി ചിലപ്പോൾ ഈ ശരീഅത്ത് ബാധകമായി. ചിലപ്പോൾ ആ നബിൻ്റെ കാലഘട്ടത്തിന് ശേഷം അതിനെന്താവും? ദുർബലപ്പെടുത്തപ്പെടും, നസ്ഖ് ചെയ്യപ്പെടും. ഇതായിരുന്നു പഴയ കാലത്തുള്ള ശരീഅത്തുകളുടെ സ്വഭാവം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കും അള്ളാഹു ഒരു ശരീഅത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്. മൂസ നബി ഇവിടെ ദഅവത്ത് ചെയ്ത് അടിസ്ഥാനപരമായി ഇവിടെ പ്രബോധനം നടത്തിയത് ഈ മഹാന്മാരാവുന്ന എല്ലാ അമ്പിയാക്കന്മാരും പ്രബോധനം നടത്തിയത് ഇസ്ലാം ദീനിൽ തന്നെയാണ്. അടിസ്ഥാനപരമായി അതാണ്. പക്ഷേ മൂസ നബിൻ്റെ ശരീഅത്ത്, ആ ശരീഅത്ത് ഈസ നബിൻ്റെ ശരീഅത്തോടു കൂടി അതിൽ ദുർബലപ്പെടുത്തപ്പെടുമോ? അതെല്ലാം ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹിൻ്റെ ശരീഅത്തോടു കൂടിയാണ് രണ്ടിനും അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും അവരിലേക്കൊക്കെ അള്ളാഹു അവതരിപ്പിച്ച ശരീഅത്ത് അത് ആ കാലഘട്ടത്തിൽ മാത്രം അനുസൃതമായ, ഇത്രമാത്രം നമ്മളെപ്പോലെ ഇത്രമാത്രം എത്രയോ ഗ്രന്ഥങ്ങളാണ്. ഇപ്പോൾ ഓരോ വിഷയത്തെ സംബന്ധിച്ച് മഹാന്മാരാവുന്ന അയിമ്മത്ത് 100, 200, 300 പേജുകളുള്ള, ഇപ്പോൾ തൊലാഖിനെ സംബന്ധിച്ച് 100, 200, 300, 400 പേജുകളല്ലേ അവർ രേഖപ്പെടുത്തിയത്. കാരണം തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിച്ച ഈ ശരീഅത്ത് അത് വളരെ താമായ കലിമത്തുകളാണ്, അത് വളരെ സാദിഖത്തായ കലിമത്തുകളാണ്, അത് നീതിപൂർവ്വമുള്ള കലിമത്തുകളാണ്. അത് നീതിയല്ലാത്ത ഒന്നുമില്ല. നീതിയില്ല എന്നാണല്ലോ പലരും പറയണത്. നീതിയില്ല, ശരീഅത്തിൽ നീതിയില്ല. എന്താ നീതിക്കുറവ് ശരീഅത്തിൽ? അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഇതിൽ നീതിക്കുറവ്, ഏത് വിഷയത്തിലാണുള്ളത് എന്നാ. ഒരു വിഷയത്തിലും നീതിയല്ലാത്ത ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലാണില്ല എന്ന് മാത്രം. മനസ്സിലാവാത്തതുകൊണ്ട് എതിർക്കല്ലേ വേണ്ടത്. അപ്പോൾ അത്ര വിശുദ്ധമാവുന്ന ശരീഅത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചതായ ഈ ശരീഅത്ത്. ആ ശരീഅത്തിനെ ഇവിടെ വളരെ സുരക്ഷിതമായ നിലക്ക്, യാതൊരു നിലക്കുള്ള പോറലും ഏൽപ്പിക്കാതെ അതിനെ സംരക്ഷിക്കപ്പെടുകയാണ്. ആ സംരക്ഷകരാവുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലക്ക് പലരും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ ഇമാം ബുഖാരി തങ്ങൾ കണ്ടില്ലേ, മൂപ്പർക്ക് പല ഉസ്താദന്മാരിൽ നിന്നും ഈ ഹദീസ് ലഭിക്കപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ ആ ഹദീസ് ഇന്ന ഉസ്താദിൽ നിന്ന് കിട്ടി, ഇന്ന ഉസ്താദിൽ നിന്ന് കിട്ടി, അങ്ങനെ മൂപ്പർ പറയും. അതോടുകൂടെ ചില ഉസ്താദന്മാരിൽ നിന്ന് കിട്ടിയതായ അൽഫാദുകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീഅത്തിനെ അവതരിപ്പിച്ചു. ആ ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാന്മാരാവുന്ന സഹാബത്തിൽ നിന്ന് മഹാന്മാരാവുന്ന താബിഈങ്ങൾ, താബിഈങ്ങൾ, അങ്ങനെ മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്തുകളൊക്കെ അതിനെ വേണ്ടതുപോലെ സംരക്ഷിച്ചു പോകുന്നു. ഇവരൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചത് തന്നെയാണ്. അതാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിൽ മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ പറയുന്നത് പുതുതായിട്ടൊന്നും ഇസ്ലാമിലുണ്ടാക്കുകയല്ല. ഇവിടുത്തെ മുജാഹിദീങ്ങളോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ മറ്റു വിദഅത്തിൻ്റെ ആളുകളോ പറയുന്നത് പോലെ. ഈ വിദഅത്ത് എന്ന് പറഞ്ഞത് ഇന്ന് തുടങ്ങിയതല്ലത്. അത് മഹാന്മാരാവുന്ന അയിമ്മത്ത് പറഞ്ഞതുപോലെ വത്തഫഖു അലാ അന്നമൻ, ഈ ഹിജ്റ 220 ശേഷം എന്തായി എന്നറിയോ? അത്ലഖത്തിൽ മുഅ്തസിലത്തു അൽസിലത്തഹ.
ഹിജ്റ 220 വരെ അന്നുള്ള ഇവിടെ കളവ് പറയുന്ന ആളുകളില്ലായിരുന്നു. വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും അതല്ല കർമ്മപരമായ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള അഹ്കാമുകളാണെങ്കിലും അതൊക്കെ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. കാരണം ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ദീനിനെ മനസ്സിലാക്കേണ്ട സ്വഭാവം റസൂൽ പറഞ്ഞു മനസ്സിലാക്കി തന്നു. വെറും ഖുർആനും സുന്നത്തും എന്നല്ല, ഖുർആനിലും സുന്നത്തും തന്നെയാണ് എല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷേ അത് മനസ്സിലാക്കി തരേണ്ടത് ചിലത് അതിൽ വ്യംഗ്യമായി പറഞ്ഞിട്ടുണ്ടാവും, ചിലത് സൂചനാപരമായി പറഞ്ഞിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കി തരേണ്ടത് ആ സംഭവങ്ങളുമായി ശരിക്ക് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് ബന്ധപ്പെട്ട് ആ നല്ല നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ ഇതാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടുള്ള ഇമാം മാലിക് തങ്ങൾ അവരെ മദ്ഹബിനിക്ക് അടിസ്ഥാനമായി കൊണ്ട് അവരെ രചിച്ച ഗ്രന്ഥമാവുന്ന മുവത്ത ഇമാം മാലിക് അത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. പല മസലകൾക്കും ആഹ്വാനപ്പെട്ടവർ ലക്ഷ്യം പറഞ്ഞത് എന്താ? ആക്കഥ റൈത്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ, മദീനക്കാർ ഇങ്ങനെ ചെയ്തിരുന്നത്, മദീനക്കാർ അങ്ങനെ ചെയ്തിരുന്ന ഹദീസ് ഇങ്ങനെ ഉണ്ടെന്നല്ല, മദീനക്കാർ അങ്ങനെ ചെയ്തുകൊണ്ട് മദീനക്കാരുടെ ആ അമലിനെ നമുക്ക് എന്താക്കാം, അടിസ്ഥാനമാക്കാം. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ മനസ്സിലാക്കാതെ അങ്ങനെ അവർ ചെയ്യൂല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നൂറ്റാണ്ട് വരെ ജീവിച്ചവർ അവർ ദീൻ കാര്യത്തിൽ മുള്ളു അറിയാത്തവരാണ്. പിന്നെ ആ നൂറ്റാണ്ടിൻ്റെ ശേഷമാണ് ഹിജ്റ 220 ശേഷമാണ് അത്ലഖത്തിൽ മുഅ്തസിലത്തു റൂസ ആൽസിനത്തഹ, മുഅ്തസിലത്ത് ആവുന്ന ഈ ബിദഈ പ്രസ്ഥാനം. ഇന്നത്തെ എല്ലാ ബിദഈ പ്രസ്ഥാനങ്ങൾക്കും അതുമായിട്ട് ടച്ച് ഉണ്ട്. ഞാനിപ്പോൾ അതിനെ വിവരിക്കാൻ പോവില്ല. അത്ലഖത്തിൽ മുഅ്തസിലത്തു റൂസ, മുഅ്തസിലത്ത് അവരുടെ ശബ്ദങ്ങൾ ഉയർത്താൻ തുടങ്ങിയത്. അവർ അത്ലഖത്തിൽ മുഅ്തസിലത്തു അൽസിനത്തഹ, അവരുടെ ശബ്ദങ്ങൾ അവർ ഉയർത്താൻ തുടങ്ങി. വറഫഅത്തിൽ ഫലാസിഫത്തു റൂസ, ഫൽസഫൻ്റെ ആളുകൾ അവരെ തല പൊന്തിക്കാനും തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിന് ശേഷമുള്ളവരെ ശരിക്കും പഠിച്ചതിന് ശേഷം വിശ്വസിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഹദീസ് റിവായത്ത് ചെയ്യപ്പെടുന്നതായ അതിൻ്റെ റാവികളെ സംബന്ധിച്ച് ശരിക്കും പഠനം നടത്തുകയാണ്. ചില്ലറ പഠനമൊന്നുമല്ല, വളരെ ശക്തമായ പഠനം നടത്തുകയാണ്. എന്നിട്ടാണ് ഇദ്ദേഹം ദഈഫാണ് അല്ലെങ്കിൽ മുങ്കറാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹദീസിനെ സ്വീകരിക്കപ്പെടാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത്. വളരെയധികം പരിശോധന നടത്തിയതിന് ശേഷമാണ്. അപ്പോൾ അത്രമാത്രം ശ്രദ്ധിച്ച് ഇവിടെ സംരക്ഷിക്കപ്പെട്ടതായ ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഈ മതം, ഈ ദീൻ്റെ ആശയങ്ങൾ. ഇതിൻ്റെ ഇന്ന് സുന്നികളാവുന്ന നമ്മൾ ചെയ്യണ ഈ ആചാരങ്ങൾ, നമ്മളെ ഈ വിശ്വാസങ്ങൾ, നമുക്കുള്ളതായ ഈ കർമ്മങ്ങളൊക്കെ അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അതിലേക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായിട്ടോ വ്യംഗ്യമായിട്ടോ അല്ലെങ്കിൽ സൂചന മുഖേന ഇശാറത്ത് ചെയ്തിട്ടുണ്ട്. ആ ഇശാറത്തുകളെ മഹാന്മാരാവുന്ന സഹാബത്ത് മനസ്സിലാക്കി. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ മുയ്തൈദീങ്ങളല്ലാത്തവരുണ്ടായിരുന്നു. സഹാബത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ മതിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഏതെങ്കിലും ഒരു ആയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് വ്യക്തമായി അതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണമെന്നില്ല ചില സംഗതികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായിക്കോണമെന്നില്ല. അതുകൊണ്ടുള്ള ചിലർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് സ്വീകരിച്ചു. ചിലർ ഉമർ കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ മുജ്തഹിദീങ്ങളായിരുന്നു. അതുകൊണ്ടുള്ള സഹാബത്ത് പറഞ്ഞ ഹദീസ് തന്നെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാം. ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അവർ ഖുത്ബ ഓതുമ്പോൾ ഖുത്ബയിൽ ഈ രടികൾ രണ്ട് ബെയ്ത്തുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ ഖുത്ബയിലും മൂപ്പർ 2 വരികൾ പാടും. ഈ 2 വരികൾ പാടുന്ന സമയത്ത് അവിടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയതായിരിക്കും. വക്കാനു യതസാമഊന അൽ കറാഹത്തി, കറാഹത്ത് പോലെ അവർ വിട്ടുവീഴ്ച ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ കറാഹത്ത് ചെയ്യാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത് കറാഹത്തല്ലാത്ത ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് എന്താ? ഇമാം ഷാഫിൻ്റെ മദ്ഹബ് പോലെയല്ല. ഇമാം ഷാഫിൻ്റെ അടുത്തത് കറാഹത്താണ്. ഖുത്ബയിൽ ഒരാൾ 2 അരി പാട്ട് ഷെയർ പാടുക എന്ന് പറയുന്നത് ഇമാം ഷാഫിൻ്റെ അടുത്ത് നമ്മളെ മദ്ഹബിൽ അത് കറാഹത്താണ്. പക്ഷേ വക്കാനു യതസാമഊന അൽ കറാഹത്തി എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിൻ്റെ അല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കറാഹത്തല്ല. പക്ഷേ സഹാബത്തിൽ നിന്നുള്ള പലർക്കും ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് പോലെ അത് കറാഹത്താണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മുജ്തഹിദാവുന്ന ഇമാമാണ് മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അത് അവരെടുത്ത് കറാഹത്തല്ല. അപ്പോൾ നമ്മളെടുത്തത് കറാഹത്താണെങ്കിലും അതിന് നമ്മൾ വിട്ടാളുക.
കാരണം കറാഹത്താണെന്നുള്ള വാദമില്ലാത്ത ഒരാളാണല്ലോ ആര് മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് ആ വിഷയത്തിൽ. പക്ഷേ ഷാഫി ഇമാം എനിക്ക് കറാഹത്താന്ന് തന്നെ പറയേണ്ടി വരും. ഷാഫി ഇമാമിനെ പോലെ ഇത്തിഹാദ് ചെയ്ത മുജ്തഹിദീങ്ങളാവുന്ന സഹാബത്ത് അവിടെ ഉണ്ടായിരുന്നു. അവർക്കത് കറാഹത്താന്ന് പറഞ്ഞു, പക്ഷേ എതിർത്തില്ല. എന്താ കാരണം? ഒക്കാനു യതസമഹൂനൽ കറാഹത്തി, അവരെടുത്ത് കറാഹത്തല്ല, നമ്മളെടുത്തത് കറാഹത്താണ്. പക്ഷേ പറഞ്ഞതാരാണോ ഒരു മുജ്തഹിദല്ലേ, അപ്പോൾ അതിന്മേൽ നമ്മൾ മുസാമഹത്ത് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സഹാബത്തിൻ്റെ കൂട്ടത്തിൽ മുജ്തഹിദീങ്ങളാവുന്ന ആളുകളുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുജ്തഹിദായിരുന്നു, ഉമർ ബിൻ ഖത്താബ് മുജ്തഹിദായിരുന്നു, ഇമാം ഷാഫി തങ്ങളെപ്പോലെ തന്നെ മുസ്തഖിൽ മുജ്തഹിദീങ്ങളായിരുന്നവരൊക്കെ, ഇമാം അബൂ ഹനീഫ തങ്ങളെപ്പോലെ, ഇമാം മാലിക് തങ്ങളെപ്പോലെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെപ്പോലെ ഇങ്ങനത്തെ മുത്തലഖ് മുജ്തഹിദീങ്ങളായിരുന്നവരൊക്കെ. ഉമർ ബിൻ ഖത്താബ് മുജ്തഹിദായിരുന്നു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ മുജ്തഹിദായിരുന്നു, അലി റളിയല്ലാഹു അൻഹു മുജ്തഹിദായിരുന്നു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ മുജ്തഹിദായിരുന്നു, അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ മുജ്തഹിദായിരുന്നു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ മുജ്തഹിദായിരുന്നു. ഇത്തിഹാദിന് കഴിവില്ലാത്ത പല സഹാബത്തും അവരൊക്കെ ഒപ്പം കൂടിയും. എന്തിനാന്നാൽ ഖുർആനും ഹദീസും അവിടെ ഇരിക്കുന്നു. ഖുർആൻ ഹദീസും ഇല്ലാത്തതുകൊണ്ടല്ല, ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറയപ്പെട്ട ഒന്നിലൊരു മദ്ഹബിനെ ആർക്കും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇമാം ഷാഫിൻ്റെ മദ്ഹബ് സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയിമത്തിൻ്റെ ഇടയിൽ ഇത്തിഫാക്കുള്ളൊരു വിഷയമാണെങ്കിൽ അതിൽ വേറൊരു മദ്ഹബ് അത് വിശുദ്ധ ഖുർആനിൽ നെസ്സായി പറഞ്ഞിട്ടുണ്ടാവും, ഹദീസിൽ നെസ്സായി പറഞ്ഞിട്ടുണ്ടാവും. അതിന് ഏതെങ്കിലും ഒരു ഇമാമിൻ്റെ മദ്ഹബ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വ്യക്തമായി പറയപ്പെടാത്തത് പല ഇമാമിയങ്ങൾക്കും അവർക്ക് തെർജീഹിന് അതിനെ പ്രബലമാക്കലിന് അടിസ്ഥാനപരമായ പല ന്യായങ്ങളുണ്ടാവും. അത് ഇമാം ഷാഫിൻ്റെ ന്യായം എങ്ങനെയായിരിക്കും, അബൂ ഹനീഫ തങ്ങളുടെ ന്യായം അങ്ങനെയായിരിക്കും, ഉമർ ബിൻ ഖത്താബിൻ്റെ ന്യായം എങ്ങനെയായിരിക്കും. അങ്ങനെ ആ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രബലമാക്കിയ അഭിപ്രായം അത് ചില ആളുകൾ അവരെ കൂടെ കൂടും. ഇപ്പോൾ നമ്മളെല്ലാവരും ഇമാം ഷാഫിൻ്റെ ഒപ്പം കുറേ ആൾ കൂടും. എന്നാൽ കുറേ ആളുകൾ ഇമാം അബൂ ഹനീഫ തങ്ങളൊപ്പം കൂടി. പല ആളുകൾ ഇമാം മാലിക് തങ്ങളെ മദ്ഹബ് സ്വീകരിച്ചു, പലരും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മദ്ഹബ് സ്വീകരിച്ചു. എന്താ കാരണം? അതിനൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിൻകാലങ്ങളിൽ ഈ നാലാലൊരു മദ്ഹബിനെ തന്നെ സ്വീകരിക്കണം എന്നാണ്, അല്ല ഞാൻ അപകടങ്ങൾ വന്നു പോകും. വിശുദ്ധ ദീനിനെ ഈ മഹാന്മാരാവുന്ന അയിമ്മത്ത് അതിനെ സംരക്ഷിച്ചു പോകുന്നതിൻ്റെ രൂപം നോക്കും. നമ്മളെ സംബന്ധിച്ച് ഫസ്അലു അഹ്ല ദിക്ർ എന്നല്ലേ വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം തന്നെ. മഹാന്മാരാവുന്ന ഏതെങ്കിലും ഉലമാവിനോട് ചോദിക്കണമെന്നല്ല, അഹ്ല ദിക്ർ എന്ന യഥാർത്ഥ ഉലമാവിനോട് ചോദിച്ചുകൊണ്ട്, അഥവാ വിലായത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായുള്ള ഉലമാവിനോട് ചോദിക്കണം. അവനോട് അതാണ് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത്. അപ്പം അങ്ങനത്തെ ആ മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് ഉള്ള കാലഘട്ടത്തിൽ പിന്നീട് അവരെ ശേഷം ഇത്തിഹാദിന് പറ്റിയതായ പണ്ഡിതന്മാർ കുറഞ്ഞു പോയപ്പോൾ ജനങ്ങൾക്കുള്ള അഖീദ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ നിലക്കുള്ളതായ പല തകരാറുകളും വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് മഹാന്മാരാവുന്ന അയിമ്മത്ത് പറഞ്ഞു, ഈ പിന്നീടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ലത് ഈ നാലാലൊരു മദ്ഹബാണ്. അപ്പോൾ സുന്നികളാവുന്ന നമ്മൾ നാലാലൊരു മദ്ഹബിനെ അംഗീകരിച്ചു. അതിന് തെറ്റില്ല. എന്താ തെറ്റുള്ളത്? നമ്മൾ വിശ്വാസപരമായി നമ്മൾ തവസ്സുലിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, ഇസ്തിഗാസയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവിൻ്റെ കറാമത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഔലിയ കറാമത്തുണ്ടാവാനല്ല ഒരു വലിയൻ്റെ പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അങ്ങനെ ആരും മനസ്സിലാക്കരുത്. അങ്ങനെ പല കള്ളന്മാരും പല അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് അവരെ വയ്യാലെ പോണ പലരും ഉണ്ടാവും. അത്ഭുതം കാണിക്കാൻ വലിയ ആവണമെന്നില്ല. അത് ശൈത്താനെ സേവിച്ചാലും പല അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അപ്പോൾ അത്ഭുതങ്ങൾ കാണിക്കലല്ല യഥാർത്ഥ ഒരു വലിയൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്തിൻ്റെ മേൽ മാനവിയാവുന്ന കറാമത്ത്, അത് ഇസ്തിഖാമത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി അവൻ ജീവിക്കുക. അങ്ങനത്തെ മഹാന്മാർ സ്ഥാപിച്ചതാണ് ഈ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മുസ്ലിം ലോകത്തിൻ്റെ ഈ വഴി അത് വമാ ഹസനുൽ മുസ്ലിമൂൻ ഫഹുവ ഇൻദല്ലാഹി ഹസനുന്ന. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ വമൻ യുശാഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ വഴിയല്ലാത്ത വഴിയിലേക്ക് പോകാം. അതാണ് ഫാത്തിഹയിൽ നമ്മളൊക്കെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞു. മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തിക്കൊണ്ട തമ്പുരാൻ. പിന്നെ എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞു? മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ ഏതാണെന്നുള്ളത് വിവരിച്ചു തരാൻ വേണ്ടിയാണ്. നീ നിഅമത്ത് ചെയ്ത മഹാന്മാരാവുന്ന ആളുകൾക്കുള്ള വഴി, അംബിയാവ് ഔലിയാവ് സാലിഹീങ്ങൾക്കുള്ള വഴി. അതാണ് മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറഞ്ഞു, തൻസീസു അലാ അന്ന ത്വരീഖൽ മുസ്ലിമീൻ വൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ.
രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് ശേഷം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയാൻ കാരണം ഉവതഖീദു, അത് ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ്. വതൻസിസു, സ്പഷ്ടമാക്കി പറയുകയുമാണ്. അല അന്ന ത്വരീഖൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കുള്ള വഴിയുണ്ടല്ലോ, വൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ, അതാണ് മുസ്തഖീമായ വഴി. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലോകം ഏതെങ്കിലും മുസ്ലിം ലോകം എന്നല്ലല്ലോ, ആ മുസ്ലിമീങ്ങൾ, അതായത് ആ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള മുസ്ലിം ലോകം, അവർ നടന്നു പോകുന്നതായ ആ വഴിയിൽ കൂടിയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ നടന്നു പോരുന്നത് ബഹുഭൂരിപക്ഷം. ആ വഴി അത് വളരെ പരമ്പരാഗതമായി വിശുദ്ധമായ പരമ്പരയിൽ കൂടിയാണ് നമുക്ക് ലഭിക്കപ്പെട്ടുള്ളത്. ഏതെങ്കിലും പരമ്പരയിൽ കൂടിയല്ല, വളരെ വിശുദ്ധമായ പരമ്പരയിൽ കൂടി. അതിൻ്റെ ഒരു തുടർച്ചയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക, ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം, ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഭാഗമാക്കുക. ഇതിൻ്റെ എതിരിൽ പല ശബ്ദങ്ങളും പല ഭാഗത്തും നമ്മൾ കേൾക്കും, അതൊക്കെ അത് അർഹിക്കുന്നതായ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക. ഇതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഇത് ദീനിൻ്റെ സംഘടനയാണ്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ സ്ഥാപിച്ച സംഘടനയാണ്. വളരെയധികം അവരുടെ പ്രത്യേകമാവുന്ന നോട്ടും അവരുടെ ആ മതതും ഒക്കെ ഈ സംഘടനയുടെ മേലുണ്ട്. അവരിതിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ആരിതിനെ പൊളിക്കാൻ വന്നാലും ഞങ്ങളതിനെ പൊളിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള സംരക്ഷണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സംഘടന ശക്തിപ്പെടുത്താനും അതിൻ്റെ സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിക്കാനും നിങ്ങളൊക്കെ പ്രവർത്തിച്ചതുപോലെ ഇതിനേക്കാൾ പതിമടങ്ങ് ജിജ്ഞാസയോടും ആവേശത്തോടും കൂടി പ്രവർത്തിക്കണം എന്നിവിടെ കൂടി എല്ലാവരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദീനിയായ ഖിദ്മത്തുകളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വിശുദ്ധമാവുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ അഖീദയുടെ മേൽ നമ്മളെ അഖീദനെ അല്ലാഹു അടിയുറപ്പിച്ച് തരട്ടെ. അല്ലാഹുമ്മ സബ്ബിത് അഖീദതനാ വ അഖീദത ജമീഇൽ മുസ്ലിമീൻ അലാ അഖീദത്തി അഹ്ലിസ് സുന്നത്തി വൽ ജമാഅ. اللهم ارزقنا فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين. توفنا مسلمين وألحقنا بالصالحين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اجعل عاقبة كل أمر قضيته علينا وعلى جميع المسلمين خيرا ورشدا. اللهم أصلحنا وأصلح جميع المسلمين. اللهم لا تفضحنا ولا تخيبنا ولا تعيبنا بين عبادك لا في الدنيا ولا في الآخرة. اللهم احفظنا واحفظ جمعيتنا واحفظ فروع جمعيتنا من جميع الشرور. اللهم إنا نرد بك الأعداء من كل وجهة وباسمك العظيم نرميهم من البعد بالشطط. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رب.